ക്യാൻവയിലാവട്ടെ ഏതൊരു ടൂളിലാവട്ടെ ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു ഡിസൈൻ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഗുണങ്ങളുണ്ട്. അത്തരം പ്രധാനപ്പെട്ട ചില ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ അത്യാവശ്യം. എന്തായിരിക്കണം ഒരു ഡിസൈനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ, ഒരു ഡിസൈനെ സ്വാധീനിക്കുന്ന ഏറ്റവും മികച്ച ഗുണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ഡിസൈനെ ഏറ്റവും മികച്ച രൂപത്തിൽ അട്രാക്റ്റീവ് ചെയ്യാൻ കഴിയാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇനി മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് കളർ തിയറി എന്താണ് എന്നാണ്. എന്താണ് കളർ തിയറി? കളർ തിയറി എന്താണ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡിസൈൻ ചെയ്യുകയാണ്. അത് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാവട്ടെ, ഫോട്ടോഷോപ്പ് ആവട്ടെ, ഇല്ലസ്ട്രേറ്റർ ആവട്ടെ, ഇനി വീഡിയോ എഡിറ്റിംഗ് ടൂളുകളാവട്ടെ, ഈവൻ അത് ക്യാൻവ ആവട്ടെ, ഏത് ഡിസൈൻ നിങ്ങൾ ചെയ്യുമ്പോഴും ആ ഡിസൈനിനെ നമ്മളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആവട്ടെ, മാർക്കറ്റിംഗ് ഫ്ലെയർ ആവട്ടെ, ഇനി അതെങ്കിലും പബ്ലിക്കായിട്ടുള്ള ഒരു ബാനർ ആവട്ടെ, പോസ്റ്റർ ആവട്ടെ, എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത്, നമ്മളുടെ ഒരു ലക്ഷ്യം എന്നത്, ഗോൾ എന്നത് കസ്റ്റമറെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഡിസൈനിന്, ഈ ഒരു പോസ്റ്റർ ആവട്ടെ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്കാവട്ടെ കസ്റ്റമറുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടി കഴിയണം, കസ്റ്റമറുടെ അറ്റൻഷൻ പിടിച്ചെടുക്കാൻ വേണ്ടി കഴിയണം. അപ്പൊ കസ്റ്റമറുടെ അറ്റൻഷൻ പിടിച്ചെടുക്കുന്ന രൂപത്തിൽ ഒരു പോസ്റ്ററിനെ അല്ലെങ്കിൽ ഒരു ഡിസൈനിനെ ഏറ്റവും മികച്ചതാക്കാൻ ഏതൊരാളും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കളർ തിയറി എന്ന്. അപ്പൊ എന്താണ് കളർ തിയറി എന്ന് നമുക്ക് പരിശോധിക്കാം. കളർ തിയറി എന്നുള്ളത്, കളർ തിയറി എന്ന് പറയുന്നത് ഓരോ കളറും, പലതരത്തിലുള്ള കളറുകളുണ്ട്, ഓരോ കളറിനും ഡിസൈനിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വൈറ്റൽ ആയിട്ടുള്ള റോൾ ഉണ്ട് ഡിസൈനകത്ത്. കാരണം ഓരോ കളറും അത് ഇവോക്ക് ചെയ്യുന്ന ഇമോഷൻസ്, ഓരോ കളറും ഓരോ തരത്തിലുള്ള ഇമോഷൻസിനെയാണ് ഇവോക്ക് ചെയ്യുന്നത്. ഓരോ കളറും ആ കളറിൻ്റെതായ പ്രത്യേകതകൾക്കനുസരിച്ച് റീഡബിലിറ്റിയെ അത് സ്വാധീനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രാൻഡിന്റെ ഐഡന്റിറ്റിയെ ആ കളർ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ബ്രാൻഡിന്റെ ഐഡന്റിറ്റിയെ കളർ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊരു ഡിസൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് അത് ഏത് ടൂൾസ്, ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചായാലും കളർ തിയറി മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനം. അപ്പൊ എന്താണ് കളർ തിയറി എന്നത്? കളർ തിയറി എന്നത് ഓരോ കളറിനും അതിന്റെ ഡിസൈനിന്റെ ഒരു ഓവറോൾ പെർഫെക്ഷന് കൃത്യമായ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വൈറ്റൽ ആയിട്ടുള്ള റോള് ഓരോ കളറും നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കളറും ഓരോ തരത്തിലുള്ള ഇമോഷൻസുകൾ ഇവോക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ മനസ്സിലാക്കി നമ്മളുടെ ബ്രാൻഡിന്റെ ഐഡന്റിറ്റിയെ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിർത്താൻ കഴിയാവുന്ന രൂപത്തിൽ, നമ്മുടെ ബ്രാൻഡിന്റെ ഐഡന്റിറ്റിയെ സ്റ്റാൻഡ് ഔട്ട് ആയിട്ട് നിർത്താൻ കഴിയാവുന്ന രൂപത്തിൽ കളറുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് കളർ തിയറി മനസ്സിലാക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ? പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ, കളർ തിയറിയിലെ കൺസെപ്റ്റുകൾ എന്താണ് എന്നാണ് തോന്നുന്നത്. പ്രധാനപ്പെട്ട 3 കൺസെപ്റ്റുകളാണുള്ളത്. അത് ഒന്ന് കളർ വീൽ, രണ്ടാമത്തത് കളർ ഹാർമണി, മൂന്നാമത്തത് കളർ സൈക്കോളജി എന്നുള്ളത്. എന്താണ് കളർ വീൽ? കളറുകൾ പ്രധാനമായിട്ടും 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. കളർ വീൽ എന്ന് പറയുന്നത് കളറുകൾ 3ആയിട്ട് തരംതിരിക്കുന്നതിനെയാണ് കളർ വീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കളർ വീൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 തരത്തിൽ, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിറ്ററി എന്നുള്ളതിലേക്ക് 3ആയിട്ട് കളേഴ്സിനെ വിഭജിക്കുന്നുണ്ട്. പ്രൈമറി കളേഴ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പ്രൈമറി കളേഴ്സ് എന്നത് റെഡ്, യെല്ലോ ആൻഡ് ബ്ലൂ എന്നുള്ളതാണ്. അതായത് മറ്റൊരു കളർ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത കളേഴ്സ് ആണ് പ്രൈമറി കളേഴ്സ്. എന്നാൽ സെക്കൻഡറി കളേഴ്സ് എന്നത് ഓറഞ്ച്, പർപ്പിൾ ആൻഡ് ഗ്രീൻ എന്നുള്ളതാണ്. 2 പ്രൈമറി കളേഴ്സിനെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സെക്കൻഡറി കളർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. മൂന്നാമത്തെ സെഗ്മെന്റ് എന്ന് പറയുന്നത് ടെറിറ്ററി കളേഴ്സ് ആണ്. ടെറിറ്ററി കളേഴ്സ് പ്രധാനമായിട്ടും 2 കളറുകളുടെ സമ്മിശ്രമാണ്. ഒരു പ്രൈമറി കളറും ഒരു സെക്കൻഡറി കളറും മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു
തേർഡ് ഓപ്ഷനാണ് നമ്മളുടെ ഈ ടെറിട്ടറി കളേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ കളർ തിയറിക്കകത്തുള്ള പ്രധാനപ്പെട്ട കൺസെപ്റ്റ് കളർ വീൽ എന്നുള്ളതാണ്. കളർ വീൽ എന്ന് പറയുമ്പോൾ പ്രൈമറി കളർ, സെക്കൻഡറി കളർ ആൻഡ് ടെറിട്ടറി കളർ എന്നുള്ള 3 തരത്തിലാണ് കളറിനെ നമ്മൾ വിഭജിക്കുന്നത്. രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കളർ ഹാർമണി എന്നുള്ളതാണ്. അതായത് കോംപ്ലിമെന്ററി, അനലോഗ്, ട്രയാഡിക് ആൻഡ് മോണോക്രോമാറ്റിക്. അതായത് ഏത് തരത്തിലാണ് നമ്മൾ കളറിനെ ചേർത്ത് വെക്കുന്നത് അല്ലെങ്കിൽ കളറിനെ യൂസ് ചെയ്യുന്നത്. ഒരു പ്രൈമറി കളറിനോട് നമ്മൾ എങ്ങനെയാണ് ഒരു സെക്കൻഡറി കളറിനെ ഉപയോഗിക്കുന്നത്. അതായത് ഒരു കളറിന് കോൺട്രാസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് വേറൊരു കളറിനെ ഉപയോഗിക്കുന്നത്. ഒരേ കളറിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഓരോ ഡിസൈനും നമുക്ക് നോക്കുമ്പോൾ ആ ഡിസൈൻ അട്രാക്ട് ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിൽ ഒരു കളർ ഹാർമണി ക്രിയേറ്റ് ചെയ്യാൻ കഴിയണം. കളറുകൾ തമ്മിൽ ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യണം. വളരെ രൂപത്തിൽ വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളർ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ അതാണ് കളർ ഹാർമണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തത് കളർ സൈക്കോളജിയാണ്. അതായത് ഓരോ കളറും ഓരോ തരത്തിലുള്ള ഇമോഷനെ ഇവോക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറയും. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷനെ ഇവോക്ക് ചെയ്യുന്ന കളറുകൾ ഏതൊക്കെയാണ്, നമ്മളുടെ ബിസിനസിന്റെ നേച്ചർ അനുസരിച്ച് എങ്ങനെയാണ് ഈ കളർ യൂസ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ഇതാണ് കളർ സൈക്കോളജിക്കകത്ത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് ഇത് മൂന്നും, കളർ വീൽ, അതേപോലെ തന്നെ കളർ ഹാർമണി, അതുപോലെ തന്നെ കളർ സൈക്കോളജി, ഇത് മൂന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഒന്നാമത്തത് കളർ വീൽ. കളർ വീൽ ഞാൻ പറഞ്ഞു പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിട്ടറി എന്നുള്ള 3 തരത്തിലാണ് കളർ വീൽ നിലനിൽക്കുന്നത്. കളർ വീൽ എന്നത് കളേഴ്സിന്റെ ഒരു സർക്കുലർ ഡയഗ്രമാണ് കളർ വീൽ. അതിനെ ഓരോ കളറിന്റെയും റിലേഷൻഷിപ്പ് അനുസരിച്ച് ഒരു സർക്കുലർ ഡയഗ്രത്തിൽ കളറിനെ അടയാളപ്പെടുത്തിയതിനാണ് നമ്മൾ കളർ വീൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ സോ പ്രൈമറി കളർ എന്ന് പറയുന്നത് റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ എന്നുള്ളതാണ്. സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത് ഓറഞ്ച്, പർപ്പിൾ ആൻഡ് ഗ്രീൻ എന്നുള്ളതാണ്. ദെൻ ടെറിട്ടറി കളേഴ്സ്. അപ്പൊ ഈ ഓരോ കളറും, ഈ കളർ വീലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ഡിസൈനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കാര്യം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഏത് കളറൊക്കെയാണ് എവിടെയൊക്കെയാണ് ഏറ്റവും മികച്ച രൂപത്തിൽ വർക്ക് ചെയ്യുക, ഒരുമിച്ച് വർക്ക് ചെയ്യുക. ഒരു ഡിസൈനകത്ത് ഒത്തിരി കളറുകൾ ഉണ്ടാവാം, പക്ഷെ ആ കളറുകൾ എങ്ങനെയാണ് ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ഡിസൈനറെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കളർ വീൽ. അപ്പൊ സോ കളർ വീൽ എന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കളർ വീലിനകത്ത്, ഓരോ കളർ വീലിനകത്ത് ഇപ്പൊ പ്രൈമറി കളേഴ്സ്, സെക്കൻഡറി കളേഴ്സ്, ടെറിട്ടറി കളേഴ്സ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇനി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നു. പ്രൈമറി കളേഴ്സ് റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ എന്നുള്ളതാണ് പ്രൈമറി കളേഴ്സ്. ഈ കളേഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കനോട്ട് ബി ക്രിയേറ്റഡ് ബൈ മിക്സിങ് അതർ കളേഴ്സ്. മറ്റ് കളറുകളെ മിക്സ് ചെയ്തുകൊണ്ട് ഇത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയില്ല, പ്രൈമറി കളേഴ്സ്. അതേ സ്ഥാനത്ത് സെക്കൻഡറി കളേഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ, ഓറഞ്ച് ആൻഡ് പർപ്പിൾ ആണ്. 2 പ്രൈമറി കളറുകളെ മിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് സെക്കൻഡറി കളർ ചെയ്യാൻ പറ്റും. റെഡ്, ബ്ലൂ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പർപ്പിൾ ആവും, ബ്ലൂ യെല്ലോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ ആവും, ആൻഡ് റെഡ് യെല്ലോ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഓറഞ്ച് ഉണ്ടാവും. എന്നാൽ തേർഡ് ടെറിട്ടറി കളേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു പ്രൈമറി കളറും ഒരു സെക്കൻഡറി കളറും മിക്സ് ചെയ്തതാണ് ടെറിട്ടറി കളർ. ഫോർ സപ്പോസ് നമുക്ക് റെഡ് ഓറഞ്ച്, ബ്ലൂ ഗ്രീൻ, ഇതൊക്കെ ടെറിട്ടറി കളേഴ്സ്. ഇവിടെ നമ്മൾ ഈ 3 തരത്തിലുള്ള കളർ വീലിലെ 3 തരത്തിലുള്ള പ്രൈമറി, സെക്കൻഡറി, ടെറിട്ടറി കളറിനെ അതിനെ മനസ്സിലാക്കുന്നത് ഏതൊക്കെ സിനാരിയോസിൽ, ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഏതൊക്കെ കളറാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് ഒരു ആസ് എ ഡിസൈനർ എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു ഐഡന്റിറ്റി, നമുക്കൊരു ഐഡിയ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പ്രധാനമായിട്ടും നമുക്കിപ്പോ നോക്കിയാൽ ഒരു ഫുഡ് ഡെലിവറി ആപ്പ് ആണെങ്കിൽ, ഫുഡ് ഡെലിവറി ആപ്പ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട 2 കളർ എന്ന് പറയുന്നത് ഒന്ന് റെഡ് ആൻഡ് 2 യെല്ലോ ആയിരിക്കും. എന്തുകൊണ്ടാണ് റെഡ് ആൻഡ് യെല്ലോ?
റെഡ് എന്ന് പറയുന്നത് ഹങ്കറിനെ അടയാളപ്പെടുത്തുന്ന ഒരു കളറാണ്. യെല്ലോ എന്ന് പറയുന്നത് എക്സൈറ്റ്മെന്റിനെ അടയാളപ്പെടുത്തുന്ന കളറാണ്. അപ്പോൾ ഈ രണ്ട് യെല്ലോ ആൻഡ് റെഡ് എന്ന് പറയുന്ന രണ്ട് കളർ, റെഡ് ഹങ്കറിനെ അടയാളപ്പെടുത്തുമ്പോൾ യെല്ലോ എക്സൈറ്റ്മെന്റ് അടയാളപ്പെടുത്തുന്നു. ഈ രണ്ട് കളർ ആണ് ഒരു ഫുഡ് ഡെലിവറി ആപ്പ് ഉപയോഗിക്കാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളത്. അതേ സ്ഥാനത്ത് ഒരു വെൽനസ് ബ്രാൻഡാണ്, ഒരു ജിം അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വെൽനസ് പ്രോഗ്രാം കൊടുക്കുന്ന ഒരു ബ്രാൻഡ് ആണെങ്കിൽ അവർ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലൂ ആൻഡ് ഗ്രീൻ ആയി. എന്തുകൊണ്ടാണ്? ബ്ലൂ റെപ്രസെന്റ് ചെയ്യുന്നത് ട്രസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന കളറാണ്. ഗ്രീൻ എന്ന് പറയുന്നത് നാച്ചുറാലിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. നിങ്ങളൊരു ഓർഗാനിക് ഫുഡ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഏറ്റവും യൂസ് ചെയ്യാൻ സാധ്യതയുള്ള, അതിന്റെ ഒരു ബ്രാൻഡ് ആണെങ്കിൽ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള കളർ ഗ്രീൻ ആയിരിക്കും. കാരണം നാച്ചുറാലിറ്റിയെ അത് റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ളത്. ഇനി ഇതിന്റെ ഒരു റിയൽ സിനാരിയോസിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രധാനമായും ബ്രാൻഡിങ്ങിന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കളർ വീലിനെ മനസ്സിലാക്കുകയും ഓരോ കളർ വീലിലെയും കളറുകളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഏറ്റവും മികച്ച രൂപത്തിൽ നമ്മുടെ ബ്രാൻഡിങ്ങിനെ സഹായിക്കും. നമുക്കിപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് എടുത്താൽ കൊക്കക്കോള എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. കൊക്കക്കോളയുടെ ബ്രാൻഡിങ് നോക്കിയാൽ അറിയാം, റെഡ് ആണ് കൊക്കക്കോളയുടെ യൂസ് ചെയ്യുന്ന ഒരു കളർ. റെഡ് നേരത്തെ ഞാൻ പറഞ്ഞു ഹംഗ്രിയെ ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇവോക്ക് ചെയ്യുന്ന ഒരു കളറാണ്. അതോടൊപ്പം തന്നെ റെഡ് എനർജിയെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കളറാണ്. റെഡ് പാഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കളറാണ്. റെഡ് എക്സൈറ്റ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന കളർ. അപ്പൊ പാഷനെ, എനർജിയെ, എക്സൈറ്റ്മെന്റിനെ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കളറാണ് റെഡ്. സോ കൊക്കക്കോള ആസ് ആൻ എനർജി ഡ്രിങ്ക് എന്നുള്ള നിലയ്ക്കാണ് കൊക്കക്കോള അവരെ അവതരിപ്പിക്കുന്നത്. അതൊരു പാഷനായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അല്ലെ. ആ അർത്ഥത്തിലാണ് കൊക്കക്കോള റെഡ് യൂസ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക് അല്ലെ. ഫേസ്ബുക്കിന്റെ കളർ ഏതാണ്? ബ്രാൻഡിങ് കളർ ഏതാണ്? ബ്ലൂ ആണ്. എന്തുകൊണ്ടായിരിക്കും ഫേസ്ബുക്ക് ബ്ലൂ തെരഞ്ഞെടുത്തത്? ബ്ലൂ എന്ന കളർ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ട്രസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന കളറാണ് ബ്ലൂ. റിലയബിലിറ്റി, പ്രൊഫഷണലിസം. അപ്പൊ ട്രസ്റ്റ്, റിലയബിലിറ്റി, പ്രൊഫഷണലിസം, ഈ മൂന്ന് കാര്യങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കളറാണ് ബ്ലൂ. സോ ഫേസ്ബുക്ക് അതുകൊണ്ടാണ് ബ്ലൂ എന്ന കളറിന് അതിന്റെ ബ്രാൻഡിലേക്ക്. അപ്പൊ ഓരോന്നും, ഇൻസ്റ്റഗ്രാം ആവട്ടെ, യൂട്യൂബ് ആവട്ടെ, ഓരോന്നും അതിന്റെ ബ്രാൻഡിങ്ങിന് ഈ ഒരു അർത്ഥത്തിൽ കൃത്യമായ കളർ ഇമോഷൻസ് അല്ലെങ്കിൽ കളർ റെപ്രസെന്റേഷൻസിനെ ഉപയോഗിച്ചാണ് എടുക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയ, സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ട്രാവൽ ഏജൻസിയാണ്. ഒരു ട്രാവൽ ഏജൻസി അതിന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവരുപയോഗിക്കാൻ സാധ്യതയുള്ള കളർ ഏതൊക്കെയായിരിക്കും? ഒരു ട്രാവൽ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള, വൈബ്രന്റ് ആയിട്ടുള്ള കളർ യൂസ് ചെയ്യാനാണ് സാധ്യത. ഓറഞ്ച് യൂസ് ചെയ്യും, യെല്ലോ യൂസ് ചെയ്യും, ബ്ലൂ യൂസ് ചെയ്യും. വൈ? അത് എക്സൈറ്റ്മെന്റിനെ ഇവോക്ക് ചെയ്യുന്ന കളർ. ബ്ലൂ ആവട്ടെ, ഓറഞ്ച് ആവട്ടെ, യെല്ലോ ഒക്കെ ആവട്ടെ, എക്സൈറ്റ്മെന്റ്. അപ്പൊ ട്രാവൽ ഏജൻസികളുടെ അഡ്വർടൈസ്മെന്റിനകത്ത് ഈ കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേ സ്ഥാനത്ത് ഒരു ഫിനാൻസ് കമ്പനി ആവട്ടെ, ഒരു ബാങ്ക്, അതുപോലെയുള്ള ഒരു ഫിനാൻസ് കമ്പനി, ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവർ യൂസ് ചെയ്യാൻ സാധ്യതയുള്ള, അവരുടെ അഡ്വർടൈസ്മെന്റിനകത്ത് അല്ലെങ്കിൽ ബ്രാൻഡിങ്ങിനകത്ത് യൂസ് ചെയ്യാൻ സാധ്യത ബ്ലൂ ബ്ലാക്ക് പോലെയുള്ള കളറായിരിക്കും. എന്തുകൊണ്ടാണ്? ബ്ലൂ ബ്ലാക്ക് പോലെയുള്ള അല്ലെങ്കിൽ ഗ്രീൻ പോലെയുള്ള കളർ ട്രസ്റ്റ് കൺവേ ചെയ്യുന്ന കളറാണ്. അതുപോലെ സ്റ്റെബിലിറ്റി, ഗ്രീൻ എപ്പോഴും സ്റ്റെബിലിറ്റി കൺവേ ചെയ്യുന്ന ഒരു കളറാണ്. അപ്പൊ ബ്ലൂ, ബ്ലാക്ക്, അതേപോലെ ഗ്രീൻ പോലെയുള്ള കളറുകൾ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ട്രസ്റ്റും കൺവേ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ബാങ്കുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള സ്ഥാപനങ്ങൾ അത്തരം കളറുകളാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കളർ, സെക്കൻഡറി കളർ, ടെറിട്ടറി കളർ, അതുപോലെ തന്നെ പ്രൈമറി കളർ, 3 സെഗ്മെന്റിലുള്ള കളറുകൾ. ആ കളർ ഇവോക്ക് ചെയ്യുന്ന ഇമോഷൻസ് എന്താണ്, കളർ റെപ്രസെന്റ് ചെയ്യുന്ന ഫീലിങ്സ് എന്താണ്, എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഡിസൈനിങ്ങിലേക്ക് ആ കളറുകളെ കോമ്പിനേഷൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്
ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തത് കളർ ഹാർമണി എന്നുള്ളതാണ്. അതായത് എന്താ കളർ ഹാർമണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് നമ്മളുടെ ഡിസൈനകത്ത്, നമ്മളുടെ ക്രിയേറ്റീവ് വർക്സിനകത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിഷ്വലി അപ്പീൽ ചെയ്യുന്ന, കാഴ്ചയിൽ അപ്പീൽ ചെയ്യപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷൻ, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ, അതാണ് കളർ ഹാർമണി. അതായത് ഒരു കളർ ഒരിക്കലും മറ്റൊരു കളറിനെ ഹേർട്ട് ചെയ്യാത്ത രൂപത്തിൽ ഉപയോഗിക്കുക. ഒരു ബാലൻസിങ് ഉണ്ടാവണം, കോൺട്രാസ്റ്റ് ഉണ്ടാവണം, ബട്ട് ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ്. കോൺട്രാസ്റ്റ് ആണെങ്കിലും ബാലൻസ്ഡ് ആയിരിക്കും. സോ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് കളർ ഹാർമണി എന്ന് നോക്കാം. കളർ ഹാർമണി പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കളർ ഹാർമണിയിലെ കോംപ്ലിമെന്ററി കളേഴ്സ് എന്നുള്ളതാണ്. അതായത് കളർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വീലിനകത്ത്, നമ്മളെ കളർ വീലിനകത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളറുകൾ യൂസ് ചെയ്യും. അതായത് നമ്മളെ കളർ വീലിനകത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളർ, ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളർ എങ്ങനെയാ? റെഡ്, ഗ്രീൻ, ബ്ലൂ, ഓറഞ്ച്. റെഡിന് ഓപ്പോസിറ്റ് നിങ്ങൾ ഗ്രീൻ എടുക്കുക, ബ്ലൂവിന് ഓപ്പോസിറ്റ് ഓറഞ്ച് എടുക്കുക. അതാണ് നമ്മൾ കളറിന്റെ കോംപ്ലിമെന്ററി കളർ യൂസ് ചെയ്യുക എന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ നമ്മളുടെ ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ കൊടുക്കുന്നു, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള കോണ്ടാക്ട് നമ്പേഴ്സ് കൊടുക്കുന്നു. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഈ കളർ കോംപ്ലിമെന്ററി കളർ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കളർ, അതായത് നമ്മുടെ കളർ വീലിനകത്ത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന കളറുകൾ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരികയാണെങ്കിൽ അതിന്റെ ആ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന കളറായിരിക്കും നമ്മൾ അതിന്റെ ഫോണ്ടിന് ഉപയോഗിക്കുന്നത്. ഇതാണ് കോംപ്ലിമെന്ററി കളർ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം അനലോഗ് കളേഴ്സ് എന്നുള്ളതാണ്. അനലോഗ് കളേഴ്സിന് കളർ നെക്സ്റ്റ് ടു ഈച്ച് അതർ എന്നുള്ളതാണ്. അതായത് വീലിലെ നെക്സ്റ്റ് അടുത്തുള്ള കളർ യെല്ലോ ആണെങ്കിൽ ഓറഞ്ച്, റെഡ്, നമ്മുടെ കളർ വീലിനകത്ത് നെക്സ്റ്റ് തൊട്ടടുത്തുള്ള കളർ ഉപയോഗിക്കുക എന്നുള്ളതാണ് അനലോഗ്സ് കളർ എന്ന് പറയുന്നത്. കോംപ്ലിമെന്ററി കളർ എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള കളർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി ട്രിയാഡിക് കളേഴ്സ് എന്ന് പറയും. 3 കളേഴ്സ് ഇവൺലി സ്പേസ്ഡ് ഓൺ ദ വീൽ. അതായത് ഒരു കളറിന്റെ മൂന്നാമത്തെ കളർ, റെഡ് ആണെങ്കിൽ യെല്ലോ, ദെൻ ബ്ലൂ, ഒരു കളറിന്റെ മൂന്നാമത്തെ കളർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഫൈനലി മോണോക്രോമാറ്റിക് കളേഴ്സ് എന്നുള്ളതാണ്. അതായത് ഡിഫറെന്റ് ഷെയ്ഡ്സ് ആൻഡ് ടിന്റ്. അതായത് ഒരു കളറിന്റെ തന്നെ ഡിഫറെന്റ് ഷെയ്ഡ്. ഇപ്പൊ യെല്ലോ ആണ് ഉപയോഗിക്കുന്നത്, യെല്ലോന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഒരേ ഡിസൈനിൽ തന്നെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ എന്താ പറയാ, പ്രൊഫഷണൽ ആയിട്ട്, വളരെ ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെയൊക്കെ നമുക്കിത് കാണാൻ വേണ്ടി കഴിയും. ഒരേ കളറിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡ്സുകൾ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അപ്പൊ കളർ ഹാർമണി എന്ന് പറയുന്നത് കളറുകൾ തമ്മിലുള്ള ഒരു ബാലൻസിങ് ആണ്. നമ്മളുടെ കളർ വീലിനകത്തുള്ള ഡിഫറെന്റ് കളറുകളെ ബാലൻസ്ഡ് ആയിട്ട് ഉപയോഗിക്കുക, അതിന്റെ ഒരു ബാലൻസ്ഡ് കോമ്പിനേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യം. കളർ ഹാർമണിയിലെ 4 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് കോംപ്ലിമെന്ററി കളർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഇൻ ദ കളർ വീൽ എന്ന് മനസ്സിലാക്കുക. ദ അനലോഗസ് കളർ എന്ന് പറയുന്നത് കളർ നെക്സ്റ്റ് ടു ദ, അതായത് ഓരോ കളറിന്റെയും തൊട്ടടുത്ത കളർ എന്നുള്ളതാണ്. മൂന്നാമത്തെ ട്രയാഡിക് കളർ എന്ന് പറയുന്നത് ഒരു കളറിന്റെ മൂന്നാമത്തെ കളർ എന്നുള്ളത് മനസ്സിലാക്കുക. മോണോക്രോമാറ്റിക് കളർ എന്ന് പറയുന്നത് ഒരേ കളറിന്റെ ഡിഫറെന്റ് ടിൻസ്, ഡിഫറെന്റ് ഷെയ്ഡ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതാണ് കളർ ഹാർമണി എന്നുള്ളത് നമ്മൾ ഡിസൈനിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി കളർ ഹാർമണിയുടെ ഒരു റിയൽ ടൈം സിനാരിയോ എന്തായിരിക്കും? റിയൽ ടൈം സിനാരിയോ നമുക്ക് നോക്കാം. നമ്മളൊരു ലക്ഷറി ബ്രാൻഡുകളുടെ ലോഗോ ആവട്ടെ, അവരുടെ മാർക്കറ്റിംഗ് പലപ്പോഴുമായുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ് ആവട്ടെ, നമുക്ക് ഈ മോണോക്രോമാറ്റിക് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ കാണാൻ പറ്റും, കളർ പാലറ്റ് കാണാൻ പറ്റും. ചില ബ്രാൻഡുകൾ അങ്ങനെയാണ് ചെയ്യുക, മോണോക്രോമാറ്റിക് ആയിരിക്കും. അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അതായത് വളരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറുകൾ അവർ ഉപയോഗിക്കുന്നത് കാണാം. അതേ സ്ഥാനത്ത് ഒരു ഫെസ്റ്റിവൽ, ഒരു വലിയ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടമുള്ള ഒരു സ്ഥലത്ത്, അവിടെ അല്ലെങ്കിൽ തിങ്ങി നിറഞ്ഞ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഈ മോണോക്രോമാറ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ എത്തുമ്പോൾ അതിന് എഫക്റ്റ് കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഫെസ്റ്റിവൽ
സൈസ് ആയിട്ടുള്ള ഒരു ബാനറാണ് നമുക്ക് വേണ്ടതെങ്കിൽ അവിടെ നമ്മൾ കോംപ്ലിമെന്ററി കളർ ആയിരിക്കും യൂസ് ചെയ്യുക. അതായത് ഒരു കളറിൽ നിന്ന് നേരെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറായിരിക്കും രണ്ടാമത്തത്. അപ്പൊ എടുത്തു കാണാൻ വേണ്ടി അത് സഹായിക്കും. അപ്പൊ സെയിൽസ് ബാനർ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കോംപ്ലിമെന്ററി കളറാണ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം, കളർ വീലിനകത്തെ മൂന്നാമത്തെ കളർ തിയറിക്കകത്തുള്ള മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കളർ സൈക്കോളജി എന്നുള്ളതാണ്. സോ എന്താണ് ഈ കളർ സൈക്കോളജി? എങ്ങനെയാണ് കളർ ഇമോഷൻസിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കളർ സൈക്കോളജി പറയുന്നത്. കളർ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, കളർ സൈക്കോളജി എന്ന് മനസ്സിലാക്കി എങ്ങനെയാണ് ഇമോഷൻസിനെ കളേഴ്സ് എഫക്റ്റ് ചെയ്യുന്നത്. ഡിഫറൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇമോഷൻസിനെയും ഡിഫറൻ്റ് ആയിട്ടുള്ള ഫീലിങ്ങിനെയുമാണ് ഇവോക്ക്. കളർ നേരത്തെ ഡിഫറൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ, ഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുകളെ, ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി എങ്ങനെയാണ് ഏതൊക്കെ കളർ എങ്ങനെയൊക്കെയാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇമോഷൻസിനെ ഇവോക്ക് ചെയ്യുന്നത് എന്ന്. ഇപ്പൊ കോമൺ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കോമൺ ആയിട്ടുള്ള കളറുകൾ, അതുപോലെ അതിൻ്റെ ഇമോഷൻസ് എങ്ങനെയാണ് അത് ഇമോഷൻസിനെ ഇവോക്ക് ചെയ്യുന്നത്, ഏതൊക്കെ ഇമോഷൻസിനെയാണ് ഇവോക്ക് ചെയ്യുന്നത്. ഒന്നാമത് ബ്ലൂ. ബ്ലൂ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി വീലിനകത്തുള്ള ഒരു കളർ. ബ്ലൂ ട്രസ്റ്റ്, അതേപോലെ കാംനെസ്, പ്രൊഫഷണലിസം, ഇതൊക്കെ ഇവോക്ക് ചെയ്യുന്നു. ട്രസ്റ്റ്, കാംനെസ്, പ്രൊഫഷണലിസം ഇതൊക്കെ ഇവോക്ക് ചെയ്യുന്ന ഒരു കളറാണ്, അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കളറാണ് ബ്ലൂ എന്ന് പറയുന്നത്. സോ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഹെൽത്ത് കെയർ സെക്ടറിലുള്ള സ്ഥാപനങ്ങൾ, അതേപോലെ ഏറ്റവും നല്ല രൂപത്തിൽ ട്രസ്റ്റ്, ഇപ്പൊ ഫേസ്ബുക്ക്, കോർപ്പറേറ്റുകളുടെ കമ്പനികളുടെ വെബ്സൈറ്റുകൾ, ഇവയൊക്കെ ബ്ലൂ കളർ യൂസ് ചെയ്യുന്നതാണ്. ഇത് ട്രസ്റ്റ്, അതുപോലെ തന്നെ പ്രൊഫഷണലിസം എൻഹാൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ അനൗൺസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലൂ കളർ യൂസ് ചെയ്യുന്നത്. ഇനി റെഡ് പാഷനെ, അർജൻസിയെ, എനർജിയെ ഒക്കെ റെപ്രസെന്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടു കൊക്കക്കോള എനർജിയെ റെപ്രസെന്റ്, ഒരു എനർജി ഡ്രിങ്ക് എന്നുള്ള നിലയ്ക്കാണ് കൊക്കക്കോള അവതരിപ്പിക്കുന്നത്. സോ കൊക്കക്കോള റെഡ് ഉപയോഗിക്കുന്നു. ഒരു ഫുഡ് ഡെലിവറി ആപ്പ് അതിന്റെ ഒരു അർജൻസിയെ, അല്ലെ, ഫുഡ് വിശക്കുമ്പോഴാണ്, ഹങ്കർ വിശക്കുമ്പോഴാണ് നമ്മൾ ഫുഡിനെ കുറിച്ച് ആലോചിക്കുന്നത്. അപ്പൊ ഹങ്കറിന്റെ ഒരു അർജൻസിയെ റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഹോസ്പിറ്റലുകൾ അവരുടെ എമർജൻസി കെയർ അല്ലെങ്കിൽ ആംബുലൻസ് പോലെയുള്ള അത്തരം കാര്യങ്ങൾ റെഡിൽ കാണിക്കുക. അതിന്റെ അർജൻസിയെ റെപ്രസെന്റ് ചെയ്യാൻ, പാഷനെ റെപ്രസെന്റ് ചെയ്യാൻ റെഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ബെസ്റ്റ്, അതായത് നമ്മളുടെ സെയിൽസ് ബാനേഴ്സ്, അതുപോലെ ഫുഡ് ബ്രാൻഡുകൾക്ക്, ഇതേപോലെ എനർജി ഡ്രിങ്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ, പാഷന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും മികച്ചൊരു കളറാണ് റെഡ്. ഇനി യെല്ലോ എന്ന് പറയുന്നത് ഒപ്റ്റിമിസം, അതുപോലെ ഹാപ്പിനെസ്, വാം ഫീൽ, ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കളർ. അതായത് ഒപ്റ്റിമിസം, വളരെ ഹാപ്പിനെസ്. പലപ്പോഴും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ബ്രാൻഡുകൾ, അവർക്കായിട്ടുള്ള പ്രൊഡക്ട്സുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യെല്ലോ ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടാണ്. ഇനി ഗ്രീൻ, ഗ്രോത്ത്, നാച്ചർ, ബാലൻസ്, ഇതൊക്കെ ഗ്രീൻ റെപ്രസെന്റ് ചെയ്യും. ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഓർഗാനിക് പ്രൊഡക്റ്റ്, അതേപോലെ ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കാണിക്കണമെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഗ്രീനാണ്. ബാങ്കുകൾ, അതേപോലെ ഇക്കോ ഫ്രണ്ട്ലി പ്രൊഡക്റ്റുകൾ, വെൽനസ് പ്രൊഡക്റ്റുകളൊക്കെ ഗ്രീൻ ഉപയോഗിക്കുന്നത് ഇത്. ഇനി പർപ്പിൾ, ക്രിയേറ്റിവിറ്റിയെ പർപ്പിളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്രിയേറ്റിവിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന കളറാണ് പർപ്പിൾ. ലക്ഷറി കാണിക്കാൻ, വിസ്റ്റം കാണിക്കാൻ. സോ ബ്യൂട്ടി ബ്രാൻഡ്സുകൾ, പ്രീമിയം പ്രൊഡക്ട്സുകൾ, ക്രിയേറ്റീവ് ഏജൻസികളൊക്കെ
പർപ്പിൾ ഉപയോഗിക്കുന്നത് അതിന്റെ ലോഗോയിൽ അതിന്റെ ബ്രാൻഡിങ്ങിലൊക്കെ പർപ്പിൾ ഉപയോഗിക്കുന്നത് ഇതാണ്. ദെൻ ബ്ലാക്ക്, എലിഗൻസ് അല്ലെ, എലിഗൻസ്, അതുപോലെ പവർ, സോഫിസിറ്റേഷൻ. ഹൈ ബ്രാൻഡുകൾക്ക് ലക്ഷറി ഐറ്റംസുകൾ പലപ്പോഴും നോക്കിയാൽ കാണാം ബ്ലാക്ക് ഉപയോഗിക്കും. ദെൻ വൈറ്റ്, സിംപ്ലിസിറ്റി, ക്ലീൻനെസ് ആൻഡ് പ്യൂരിറ്റി. പ്യൂരിറ്റിയെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ, ക്ലീൻനെസ്സിനെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ, വളരെ സിംപ്ലിസിറ്റിയെ റെപ്രസെന്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കളറാണ് വൈറ്റ്. മോഡേൺ ഡിസൈനുകളുടെ അകത്ത് വൈറ്റ് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടാണ്. സോ കളർ സൈക്കോളജി ഓരോ കളറും അതിൻ്റെ ഒരു ഇമോഷൻ ഇവോക്ക് ചെയ്യുന്നുണ്ട്. ഓരോ കളറും ഓരോ ഫീലിങ്സുകളെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് കളർ ഡിസൈൻ, കളർ തിയറിക്കകത്ത് ഒരു ഡിസൈനർ പ്രധാനമായും മനസ്സിലാക്കുക. ഇതിലെ ചില റിയൽ സിനാരിയോസ് പരിശോധിച്ചാൽ, ഒരു ഫിനാൻഷ്യൽ സർവീസ് എപ്പോഴും യൂസ് ചെയ്യാൻ, അതിന്റെ ട്രസ്റ്റ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കളർ ബ്ലൂ ആയിരിക്കും. ഫിനാൻഷ്യൽ സർവീസുകളുടെ ലോഗോസ് അല്ലെങ്കിൽ അവരുടെ ബ്രാൻഡിങ് എടുത്തു നോക്കിയാൽ ട്രസ്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കളർ ബ്ലൂ ആയിരിക്കും. നമുക്കൊരു ഡിസ്കൗണ്ട് സെയിൽ കൊടുക്കണം, ഇപ്പൊ ഡിസ്കൗണ്ട് സെയിൽ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യണം, സ്വാഭാവികമായിട്ട് അവിടെ റെഡ് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് അങ്ങനെ ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്, നമ്മൾ അവിടെ ഗ്രീൻ ഉപയോഗിക്കുന്നത് കാണാൻ കഴിയും. സോ ഇങ്ങനെ നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബിസിനസ്, നമ്മളുടെ ഏരിയ ഏതാണോ അതിനനുസരിച്ച് ഈ കളറുകളുടെ അതിന്റെ ഇമോഷൻസ്, കളറുകളുടെ ഫീലിംഗ്, അത് റെപ്രസെന്റ് ചെയ്യുന്ന ഫീലിങ്സ്, ഇമോഷൻസ് ഉപയോഗിക്കാൻ വേണ്ടി കഴിയുന്നത്. സോ കളർ തിയറി ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഡിസൈൻ ചെയ്യുന്നതെങ്കിലും കളർ തിയറി മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ആ കളർ തിയറിക്കനുസരിച്ച് ഓരോ കളറും റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഇമോഷൻസിനെ, അത് ഫീലിങ്സിനെ അനുസരിച്ച് നിങ്ങളുടെ ഡിസൈനിങ്ങൾ മാറ്റം വരുത്താൻ കഴിയും. അങ്ങനെ കൃത്യമായി കളർ വീല്, അതുപോലെ കളർ ഹാർമണി, കളർ സൈക്കോളജി, ഇങ്ങനെയുള്ള കളർ തിയറിയിലെ 3 പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സുകൾ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. കളർ വീലിനെ കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ, നിങ്ങൾക്കുള്ള ആശയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് അറിയിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇത്തരം വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇനി കൂടുതലായി അറിയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം.